കേരളത്തിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളം സമീപകാലത്ത് കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ലോകമറിയുന്ന വൻകിട നിക്ഷേപകർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യം ഉച്ചകോടിയുടെ മാറ്റുകൂട്ടി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കുതിച്ചുചാട്ടത്തിനാണ് കേരളം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാനവശേഷി വികസനത്തിൽ അസൂയാർഹമായ വളർച്ചയാണ് കേരളം കൈവരിച്ചത്. ഈ നേട്ടങ്ങൾ വ്യാവസായിക ഉൽപ്പാദന മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. No investor coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. We have made major strides in simplifying procedures as regards investments. Let me also state that we take criticism in our stride and try to understand what remains to be done in our march forward and making Kerala an investment destination. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി എന്നിവരും സംസാരിച്ചു. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫക്രു എന്നിവരും കേരളത്തിന്റെ നിക്ഷേപക സ്വപ്നങ്ങൾക്ക് പിന്തുണയുമായി എത്തി. മന്ത്രിമാരായ VN വാസവൻ, MB രാജേഷ്, GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി, CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി പോർട്സ് MD കിരൺ അദാനി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, ആഗോളതലത്തിലുള്ള ബിസിനസ് നയകർത്താക്കൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 28 പ്രത്യേക സെഷനുകൾ, 6 രാജ്യങ്ങളുടെ സഹകരണം, 3000 പ്രതിനിധികൾ തുടങ്ങിയവ ദ്വിദിന ഉച്ചകോടിയുടെ ആകർഷണങ്ങളാണ്. തെരഞ്ഞെടുത്ത കമ്പനികൾ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലെ കരകൗശല സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 2 ദിവസങ്ങളിലുടനീളം ഉച്ചകോടിയുടെ ഭാഗമാകും. ഒപ്പിട്ട കരാറുകളുടെയും ഉറപ്പായ വാഗ്ദാനങ്ങളുടെയും വിവരങ്ങൾ നാളെ പുറത്തുവിടും. കേരളത്തിന്റെ ആഗോള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക വഴി വലിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തരായ ഒട്ടേറെ നിക്ഷേപകർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെയാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഘടകം. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്.